ഹലോ മക്കൾസ്, അപ്പോൾ നമ്മുടെ +2 ബോർഡൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനൊക്കെ സമയം വളരെ കുറവാണ്. ദെൻ CBSE-കാർക്കാണെങ്കിൽ ഫസ്റ്റ് എക്സാം ഫിസിക്സ് ഒക്കെയാണ്. സ്റ്റേറ്റുകാർക്കും എക്സാം മാർച്ചിൽ തുടങ്ങും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നും സമയം ഒട്ടുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വളരെ നല്ല പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് നല്ല മാർക്ക് കിട്ടും. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ സെക്കൻഡ് ഇയർ ഫിസിക്സിലെ അവസാനത്തെ 3 ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന 3 ചാപ്റ്റേഴ്സാണ്. ചെറിയ ചാപ്റ്റേഴ്സാണ്, നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ദെൻ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യമാണ്. അപ്പോൾ ആ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അത് നല്ലോണം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക, അതിൻ്റെ ന്യൂമറിക്കൽസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ 3 ചാപ്റ്റേഴ്സ് അടിപൊളിയായിട്ട് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിക്കാനുള്ള റേഡിയസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഡെറിവേഷനിൽ നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുന്ന ഒന്നാണ് റേഡിയസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. രണ്ടാമത്തെ എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം, ടോട്ടൽ എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് രണ്ടും നല്ലപോലെ ഡെറിവേഷൻ പഠിക്കണം. അല്ലെങ്കിൽ ഇതിലൊന്നും നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ഉറപ്പായിട്ടും. അതുപോലെ തന്നെ എനർജി ഓഫ് കോണ്ടൻസേഷൻ, അത് ബോറിന്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റ്. ഓക്കെ, ബോറിന്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് ആയ കോണ്ടൻസേഷൻ. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടൻ്റ്. സെക്കൻഡ് പോസ്റ്റുലേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആ. ആംഗുലാർ മൊമെന്റം വെച്ച് പറയുന്ന ആ സെക്കൻഡ് പോസ്റ്റുലേറ്റ് വളരെ ഡി ബ്രോഗ്ലി ഹൈപ്പോതെസിസും നമ്മുടെ ബോറിന്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ 3 കാര്യം വളരെ ഇമ്പോർട്ടൻ്റ്. സെക്കൻഡ് പോസ്റ്റുലേറ്റ് കോണ്ടൻസേഷൻ, അതുപോലെ എനർജി, അതുപോലെ തന്നെ റേഡിയസ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തതാണ് ആറ്റംസിലെ നമ്മുടെ റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ. റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ ഡയറക്റ്റ് ചോദിക്കാറ് കുറവാണ്. ആ എക്സ്പെരിമെന്റിന്റെ പേര് വെച്ചാൽ ചോദിക്കാറുള്ള, എക്സ്പെരിമെന്റ് ചെയ്ത സയന്റിസ്റ്റുകളായ ഗ്രീഗർ മാർച്ചിന്റെ പേരിൽ വെച്ചാണ് ചോദിക്കാറുള്ളത്. അപ്പം 2 മാർക്കിനോ 3 മാർക്കിനോ നമ്മളോട് ചോദിക്കാറുണ്ട് ഗ്രീഗർ മാർച്ചിന്റെ എക്സ്പെരിമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ ചില കുട്ടികൾക്കൊന്നും അറിയില്ല എന്താ ശരിക്കും റൂദർഫോർഡിന്റെ ആറ്റം മോഡലിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ആ എക്സ്പെരിമെന്റ് ചെയ്ത സയന്റിസ്റ്റുകളായതുകൊണ്ട് അവരുടെ പേരിൽ അറിയപ്പെടുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ സ്പെക്ട്രം. ഓക്കെ, അതായത് ഏതൊക്കെ ലൈമൻ, ബാൽമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫൺ, ഈ 5 സീരീസുകളെ കുറിച്ച് പഠിക്കണം. അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് കണ്ടുപിടിക്കാം, എങ്ങനെ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ നേരത്തെ തന്നെ എനർജി പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, എനർജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താ? എനർജീൻ്റെ റിലേഷൻ ബിറ്റ്വീൻ എനർജിയും പൊട്ടൻഷ്യൽ, അതായത് ടോട്ടൽ എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ. അതുപോലെ തന്നെ എനർജിയും കൈനറ്റിക് എനർജിയും തമ്മിൽ നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലം ചോദിക്കും. നമുക്ക് ടോട്ടൽ എനർജി തന്നിട്ട് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് ചോദിക്കും. അതുപോലെ തന്നെ അതിന്റെ കൈനറ്റിക് എനർജി എത്രയാണെന്ന് ചോദിക്കും. അപ്പം ന്യൂമറിക്കൽ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ എനർജി വെച്ചുള്ള പല ക്വസ്റ്റ്യൻ, അയോണൈസേഷൻ എനർജിയും വെച്ചുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നല്ലപോലെ നോക്കണം, എന്തായാലും ചോദിക്കും. ഓക്കെ, ദെൻ അടുത്ത ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ. ഏറ്റവും സ്മോളസ്റ്റ് ചാപ്റ്റർ ആണ്, പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ് ഈ 3 ചാപ്റ്റേഴ്സ്. അതിൽ ന്യൂക്ലിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറയുന്ന 2 ഗ്രാഫുകളുണ്ട്. ഒന്ന് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ. ആ ഗ്രാഫ് നമ്മൾ ഇങ്ങനെ എല്ലാ എലമെന്റ്സിനെയും അതിന്റെ ഐസോട്ടോപ്പുകളെയും ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ്. ആ ഗ്രാഫ് പഠിക്കണം, വരച്ചു പഠിക്കണം, ഓരോ എലമെന്റും മാർക്ക് ചെയ്യാൻ പഠിക്കണം. അതുപോലെ തന്നെ അതിൽ 2-3 പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ അയൺ ആണ്, എഫിക് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 30 ബിലോ, മാസ് നമ്പർ 30 ബിലോ വന്നാൽ, മാസ് നമ്പർ 170 ഗ്രേറ്റർ ദാൻ വന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. രണ്ടാമത്തെയാണ് പൊട്ടൻഷ്യൽ എനർജിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ന്യൂക്ലിയർ ഗ്രാഫ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അട്രാക്റ്റീവ് ആണോ, റിപ്ലസീവ് ആണോ, അല്ലെങ്കിൽ അട്രാക്റ്റീവ് പോസിറ്റീവ്, റിപ്ലസീവ് നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ 2 ഗ്രാഫുകളല്ല മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ആ 2 ഗ്രാഫുകളും നിങ്ങൾ വരച്ചു പഠിക്കണം. ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇതിലെ ഒരു ഗ്രാഫ്. ഓക്കെ, അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ മാസ് ഇഫക്റ്റാണ്. ഉറപ്പായിട്ടും ചോദിക്കും മാസ് ഇഫക്റ്റ്. ഒന്നിലെ ന്യൂമറിക്കൽ ചോദിക്കും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പം മാസ് ഇഫക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബൈൻഡിങ് എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും. ഓക്കെ, വിത്ത് നമ്മുടെ റീഡർ തന്നുള്ള എക്സാമ്പിൾ, ടെക്സ്റ്റ് ബുക്കിൽ തന്നുള്ള എക്സാമ്പിൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. 3 ന്യൂക്ലിയർ ഫിഷൻ്റെയും ന്യൂക്ലിയർ ഫ്യൂഷൻ്റെയും ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂക്ലിയർ ഫോഴ്സസ്, നേരത്തെ ഞാൻ പൊട്ടൻഷ്യൽ എനർജിയുടെ കാര്യം പറഞ്ഞു, അത് റിലേറ്റ് ചെയ്യുന്ന ന്യൂക്ലിയർ ഫോഴ്സുമായിട്ടുള്ള റിലേഷനാണ്. ഓക്കെ, 0.1 ഫെർമിമീറ്ററിന് താഴെ വന്നാൽ മേലെ വന്നാൽ എന്ത് സംഭവിക്കും, ന്യൂക്ലിയർ ഫോഴ്സ് എങ്ങനെയാവും എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ആ ഗ്രാഫ് നോക്കണം. അപ്പം ന്യൂക്ലിയറും പറഞ്ഞു, ആറ്റവും പറഞ്ഞു. 3 സെമി കണ്ടക്ടേഴ്സാണ്. നോർമലി ഓൾമോസ്റ്റ് തിയറി പാർട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഒരു
ചില സർക്യൂട്ട് വന്നിട്ട് അതിന്റെ പൊട്ടൻഷ്യലൊക്കെ ചോദിക്കും. അതായത് ഫോർവേഡ് ബയാസ് ആണ് റിവേഴ്സ് ബയാസ് ആണ് ചോദിക്കുന്നത്. അല്ലാതെ ന്യൂമറിക്കൽ വളരെ കുറവും എന്നാൽ ഏറ്റവും കൂടുതൽ തിയറി പാർട്ട് നമുക്ക് പഠിക്കേണ്ട ചാപ്റ്ററാണ് സെമി കണ്ടക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സിമ്പിളാണ്. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണ്, പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണ്, അതുപോലെ തന്നെ ഇൻട്രൻസിക് സെമി കണ്ടക്ടർ, എക്സ്ട്രൻസിക് സെമി കണ്ടക്ടർ, അതുപോലെ എനർജി ബാൻഡ് ഡയഗ്രം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള എല്ലാ എനർജി ബാൻഡ് ഡയഗ്രങ്ങളും നിങ്ങൾ നല്ലപോലെ പഠിക്കണം. ഓക്കെ, അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിരിക്കണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ സെമി കണ്ടക്ടേഴ്സിന്റെ ഫിഗേഴ്സും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഒരു VI ക്യാരക്ടറിസ്റ്റിക്സ് ഗ്രാഫ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ദെൻ അതുപോലെ തന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് റെക്ടിഫയർ. ഉറപ്പാണ് ആ ചാപ്റ്ററിന് 100% ഉറപ്പാണ് റെക്ടിഫയർ. ഓക്കെ, ഒന്നിലെ ഫുൾ വേവ് റെക്ടിഫയർ ചോദിക്കാം, അല്ലെങ്കിൽ ഹാഫ് വേവ് റെക്ടിഫയർ ചോദിക്കാം. അതുപോലെ ഫോർവേഡ് ബയാസ്, റിവേഴ്സ് ബയാസ്, PN ജംഗ്ഷൻ ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫ്യൂഷനും ഡിഫ്റ്റും വെച്ചിട്ടുള്ള കാര്യങ്ങൾ, PN ജംഗ്ഷൻ ഫോർമേഷൻ. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഇൻട്രൻസിക്, എക്സ്ട്രൻസിക്, അതുപോലെ P ടൈപ്പ്, N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്, അതുപോലെ തന്നെ ഫോർവേഡ് ബയാസ്, റിവേഴ്സ് ബയാസ്, PN ജംഗ്ഷൻ ഫോർമേഷൻ, അതുപോലെ റെക്ടിഫയർ, റെക്ടിഫിക്കേഷൻ്റെ റെക്ടിഫയർ. ഓക്കെ, ഫുൾ വേവ് റെക്ടിഫയർ, ഹാഫ് വേവ് റെക്ടിഫയർ. ഇത്രയാണ് ഏറ്റവും മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും നമുക്കുള്ള നമുക്ക് ഡേയ്സ് വളരെ കുറവാണ്. നമ്മൾ ഒരു ദിവസത്തിൽ 3 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ 3 ചാപ്റ്റേഴ്സ് പെട്ടെന്ന് കഴിയും. ഓക്കെ, ദെൻ ലേശം ന്യൂമറിക്കൽ പ്രോബ്ലം കൂടെ ചോദിച്ചാൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലേശം കൂടെ ഇതാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ ഏതെങ്കിലും പോർഷനിൽ ഇനിയും ഡൗട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂമറിക്കൽ ചെയ്യാൻ ഡൗട്ടോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാനത് എടുത്തു തരുന്നതായിരിക്കും.